ഗന്ധർവനും കുറുങ്കുഴൽ വാദ്യവും. തിരുവില്ലാമലയിലെ വാദ്യകലാകാരന്മാർക്കിടയിൽ പ്രചാരത്തിലുള്ള ഒരു കഥയാണിത്. കുറുങ്കുഴൽ വാദ്യക്കാർക്ക് കേൾവി കേട്ട സ്ഥലമാണ് തിരുവില്ലാമല. മേളങ്ങൾക്കും മറ്റു ചില ക്ഷേത്രവാദ്യ വിശേഷങ്ങൾക്കും അകമ്പടി വായിക്കുന്ന ഒരു ശ്രുതിവാദ്യമാണ് കുറുങ്കുഴൽ. തീർത്തും കേരളീയമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ വാദ്യോപകരണം പക്ഷേ ശ്രുതി ചേർക്കുവാൻ വളരെ പ്രയാസമാണ്. വളരെ വിദഗ്ധരായ കലാകാരന്മാർക്ക് മാത്രമേ കുറുങ്കുഴൽ ശ്രുതി ചേർത്ത് വായിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ കഥ നടക്കുന്ന കാലത്ത് തിരുവില്ലാമല പ്രദേശത്ത് അത്രയൊന്നും പ്രസിദ്ധനല്ലാത്ത ഒരു കുറുങ്കുഴൽ വാദ്യക്കാരനുണ്ടായിരുന്നു. ശരിക്ക് ശ്രുതി ചേർത്ത് വായിക്കാൻ അറിഞ്ഞുകൂടെങ്കിലും വാദ്യകലയിലെ ചക്രവർത്തിയാണ് താനെന്നായിരുന്നു അയാളുടെ നാട്യം. മേളത്തിനൊപ്പം അകമ്പടി വായിക്കാൻ മാത്രമല്ല, കുറുങ്കുഴലിൽ കച്ചേരി നടത്താൻ വരെ അവിവേകവും സാഹസവും അയാൾക്കുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ തിരുവില്ലാമല ക്ഷേത്രത്തിൽ ഒരു കുറുങ്കുഴൽ കച്ചേരി നടത്താൻ അയാൾ സ്വയം ഉത്സാഹിച്ച അവസരമുണ്ടാക്കി. ആദ്യാവസാനം അപശ്രുതി നിറഞ്ഞ ആ കച്ചേരി സംഗീത പ്രേമികളെ സംബന്ധിച്ചിടത്തോളം കർണകഠോരമായിരുന്നുവെങ്കിലും സ്വാത്വികരായ കുറെ ഭക്തജനങ്ങൾ കച്ചേരി കേൾക്കാൻ അമ്പലവട്ടത്ത് വന്നുകൂടിയിരുന്നു. ആ സമയത്ത് ആകാശചാരിയായ ഒരു ഗന്ധർവൻ തിരുവില്ലാമല ക്ഷേത്രത്തിന് മുകളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ഗന്ധർവന്മാർ സംഗീതകലയുടെ ചക്രവർത്തിമാരാണ്. അവരുടെ ജീവൻ തന്നെ ശ്രുതിമയമാണ്. ലോകത്തിലെ ഏറ്റവും വിശിഷ്ടമായ സംഗീത സമ്പത്തിന് അധിപതികളാണ് ഗന്ധർവന്മാർ. അതുകൊണ്ട് തന്നെ ഗന്ധർവ കുലത്തിനൊരു ശാപമുണ്ട്. എപ്പോഴെങ്കിലും അവരുടെ കർണങ്ങളിൽ അപശ്രുതി പതിക്കാൻ ഇടവന്നാൽ ജീവൻ നഷ്ടപ്പെട്ട് അവർ നിശ്ചേഷ്ടരായി പോവും. പിന്നെ ശ്രുതിബദ്ധവും ഉത്തമവുമായ മറ്റൊരു സംഗീതാലാപനത്തിന് മാത്രമേ ജീവൻ തിരിച്ചു നൽകി അവരെ ഉണർത്താൻ സാധിക്കൂ. അന്ന് തിരുവില്ലാമല ക്ഷേത്രത്തിന് മുകളിലൂടെ സഞ്ചരിച്ചിരുന്ന ഗന്ധർവൻ നമ്മുടെ കുറുങ്കുഴൽ വാദ്യക്കാരന്റെ അപശ്രുതി കേൾക്കാൻ ഇടവരികയും ജീവൻ നഷ്ടപ്പെട്ട് മണ്ണിൽ പതിക്കുകയും ചെയ്തു. അനവധി ദിനരാത്രങ്ങൾ പിന്നീട് നിശ്ചേഷ്ടനായ ഗന്ധർവൻ തിരുവില്ലാമല താഴ്വരയിൽ കിടന്നു. മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം തിരുവില്ലാമല ക്ഷേത്രത്തിൽ ദരിദ്രനായ ഒരു ബ്രാഹ്മണന്റെ സംഗീത കച്ചേരി ഉണ്ടായി. ഭൗതിക ജീവിതത്തിൽ ദരിദ്രനായിരുന്നെങ്കിൽ കൂടി സംഗീത സമ്പത്തിൽ മഹാജന്മിയായിരുന്നു ആ ബ്രാഹ്മണൻ. ഷഡ്ജസ്വരൂപം ദർശിച്ചുണർന്ന ബ്രാഹ്മണന്റെ ഗാനപ്രവാഹം തിരുവില്ലാമല താഴ്വരയെ മുഴുവൻ നാദ ചൈതന്യത്തിൽ ആറാടിച്ചു. ആ സംഗീതാലാപനം ഗന്ധർവന്റെ ജീവനെയും ഉണർത്തി. കച്ചേരി കഴിഞ്ഞ് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ബ്രാഹ്മണന്റെ മുന്നിൽ ജീവൻ തിരിച്ചു കിട്ടിയ ഗന്ധർവൻ പ്രത്യക്ഷനായി. എന്റെ ജീവൻ അങ്ങേക്ക് കടപ്പെട്ടിരിക്കുന്നു, ഗന്ധർവൻ പറഞ്ഞു. അമ്പരന്നു പോയ ബ്രാഹ്മണൻ പരിഭ്രമത്തോടെ ചോദിച്ചു, അങ്ങ് ആരാണ്? എന്താണ് അങ്ങ് പറയുന്നത്? നടന്ന സംഭവങ്ങളെല്ലാം ഗന്ധർവൻ വിസ്തരിച്ചു പറഞ്ഞു. ഇനി പറയൂ, എന്റെ ജീവൻ തിരിച്ചു നൽകിയതിന് എന്ത് പ്രത്യുപകാരമാണ് ഞാൻ അങ്ങേക്ക് ചെയ്തു തരേണ്ടത്? താൻ സ്വയം അറിയാതെ ചെയ്തതായ ഈ സേവനത്തിൽ തനിക്ക് പ്രതിഫലമൊന്നും ആവശ്യമില്ലെന്നായി ബ്രാഹ്മണൻ. അത് പറ്റില്ല. എന്റെ ജീവന്റെ കൃതാർത്ഥതയ്ക്ക് വേണ്ടിയെങ്കിലും ഞാൻ അങ്ങേക്ക് എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്തേ പറ്റൂ. അങ്ങ് ദരിദ്രനാണെങ്കിലും അഭിമാനിയാണ്, എനിക്കറിയാം. അതുകൊണ്ട് എന്നിൽ നിന്ന് അങ്ങ് നേരിട്ടൊന്നും സ്വീകരിക്കേണ്ടതില്ല. ഞാൻ ഇപ്പോൾ തന്നെ ചെന്ന് ഈ ദേശം വാഴുന്ന നാടുവാഴിയുടെ മകളുടെ ദേഹത്ത് പ്രവേശിക്കാം. എത്ര വലിയ മന്ത്രവാദികൾ വന്ന് ഒഴിപ്പിക്കാൻ ശ്രമിച്ചാലും ഞാൻ ഒഴിഞ്ഞു പോവുകയില്ല. പക്ഷെ അങ്ങ് വന്ന് വെറുതെ ഒന്ന് കണ്ടാൽ തന്നെ ഞാൻ ദേഹം വിട്ടൊഴിഞ്ഞു പോവും. അതോടെ അങ്ങേക്ക് അളവറ്റ സമ്പത്തും നാടുവാഴിയുടെ മകളെയും ലഭിക്കും. പക്ഷെ ഒന്നുണ്ട്, ഒരൊറ്റ തവണ മാത്രമേ ഞാൻ അങ്ങനെ ഒഴിഞ്ഞു പോവുകയുള്ളൂ. ഈ വാഗ്ദാനം മുതലെടുത്ത് മറ്റേതെങ്കിലും സ്ഥലത്ത് അങ്ങനെ ഒഴിപ്പിക്കുവാൻ വന്നാൽ മരണമായിരിക്കും ഫലം. ബ്രാഹ്മണൻ എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ ഗന്ധർവൻ അപ്രത്യക്ഷനായി. പക്ഷെ വാക്ക് പറഞ്ഞതുപോലെ തന്നെ ഗന്ധർവൻ ആ ദേശം വാഴുന്ന നാടുവാഴിയുടെ മകളുടെ ദേഹത്ത് ചെന്നുകൂടി. ഗന്ധർവബാധ ഒഴിപ്പിക്കാൻ കേരള ദേശത്തുള്ള
എല്ലാ പേരുകേട്ട മന്ത്രവാദികളും പരിശ്രമിച്ചിട്ടും ഗന്ധർവൻ ഒഴിഞ്ഞുപോയില്ല. ഒടുവിൽ ബാധയൊഴിപ്പിക്കുന്നവർക്ക് സ്വന്തം മകളെയും ദേശത്തിന്റെ പകുതിയും നൽകാമെന്ന് നാടുവാഴി തമ്പേറടിച്ച് വിളംബരം ചെയ്തു. വിളംബരം കേട്ടറിഞ്ഞ് ബ്രാഹ്മണൻ നാടുവാഴിയുടെ കോവിലകത്തെത്തി. മഹാമന്ത്രവാദികൾ തോറ്റു തുന്നം പാടിയെടുത്ത് ഈ പാട്ടുകാരൻ നമ്പൂരിയാണോ ബാധ ഒഴിപ്പിക്കുന്നത്? നാടുവാഴിയുടെ സിൽബന്ദികൾ കളിയാക്കി ചിരിച്ചു. നാടുവാഴി പക്ഷേ തന്റെ മകളുടെ ജീവന് വേണ്ടി ഒരു ഭാഗ്യപരീക്ഷണത്തിനു കൂടി തയ്യാറായിരുന്നു. ഹോമത്തിനോ പൂജയ്ക്കോ വേണ്ട യാതൊരുവിധ ഒരുക്കങ്ങളും കൂടാതെ ബ്രാഹ്മണൻ നാടുവാഴിയുടെ മകൾ കിടക്കുന്ന അറയിൽ പ്രവേശിച്ചു. ബ്രാഹ്മണനെ കണ്ടതും ഗന്ധർവൻ അവളുടെ ശരീരം വിട്ടൊഴിഞ്ഞു. പോകുമ്പോൾ ഗന്ധർവൻ പറഞ്ഞു, ഞാൻ എന്റെ വാക്കു പാലിച്ചിരിക്കുന്നു. മേലിൽ അങ്ങും വാക്കു പാലിക്കണം. ഞാനിനി മറ്റേതെങ്കിലും ദേഹത്ത് ചെന്ന് ബാധിച്ചാൽ അവിടെ എന്നെ ഒഴിപ്പിക്കാൻ വന്നേക്കരുത്. വന്നാൽ അറിയാമല്ലോ, എനിക്ക് അങ്ങേ വധിക്കേണ്ടി വരും. ബ്രാഹ്മണൻ അപ്രകാരം സമ്മതിച്ചു. ഗന്ധർവൻ അപ്രത്യക്ഷനായി. പിന്നീട് നാടുവാഴിയുടെ മകളെ വിവാഹം ചെയ്ത് പാതി ദേശത്തിന്റെ അധിപനായി ബ്രാഹ്മണൻ വളരെ നാൾ സുഖമായി ജീവിച്ചു. അക്കാലത്താണ് കൊച്ചി മഹാരാജാവിന്റെ മകളുടെ ദേഹത്ത് ഗന്ധർവൻ ബാധിച്ചത്. മലയാള ദേശത്തിനകത്തും പുറത്തുമുള്ള മന്ത്രവാദികളെല്ലാം പഠിച്ച പണി 18 നോക്കിയിട്ടും ഗന്ധർവബാധ ഒഴിവായില്ല. അപ്പോഴാണ് കൊച്ചി മഹാരാജാവ് നമ്മുടെ നാടുവാഴിയുടെ മകളുടെ ദേഹത്തെ ഗന്ധർവബാധ ഒഴിപ്പിച്ച ബ്രാഹ്മണനെ പറ്റി കേട്ടറിയുന്നത്. നാടുവാഴി കൊച്ചി മഹാരാജാവിന്റെ സാമന്തനായതുകൊണ്ട് ഉടനെ തന്നെ ബ്രാഹ്മണനെ കൊട്ടാരത്തിലെത്തിക്കാൻ രാജകൽപ്പന വന്നു. ബ്രാഹ്മണൻ ആകെ സങ്കടത്തിലായി. രാജകൽപ്പന ധിക്കരിച്ചാൽ തന്റെ ജീവൻ അപകടത്തിലാകുമെന്ന് മാത്രമല്ല, തന്റെ പത്നിയും രാജ്യവും നാടുവാഴിയും എല്ലാം അത്യാപത്തിൽ പെട്ടുപോകും. അനുസരിച്ചാലാവട്ടെ ഗന്ധർവൻ തന്റെ കഥ കഴിക്കുകയും ചെയ്യും. ആപത്ത് അനുഭവിക്കുകയാണെങ്കിൽ താൻ മാത്രം അനുഭവിച്ചാൽ മതിയല്ലോ എന്ന് നിശ്ചയിച്ച രാജകൽപ്പന അനുസരിക്കാൻ തന്നെ ബ്രാഹ്മണൻ തീരുമാനിച്ചു. കൊച്ചി മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ രാജോചിതമായ സ്വീകരണമാണ് ബ്രാഹ്മണന് ലഭിച്ചത്. ഹോമവും പൂജയും ഒന്നും ഇല്ലാതെ തന്നെ ബ്രാഹ്മണൻ രാജകുമാരിയുടെ പള്ളിയറയിൽ പ്രവേശിച്ചു. ബ്രാഹ്മണനെ കണ്ടതും ഗന്ധർവന്റെ ഭാവം പകർന്നു. എന്ത്, ഇത്രമാത്രം ധിക്കാരമോ? വാഗ്ദാനം ലംഘിച്ച് ഇവിടെ വന്ന കുറ്റത്തിന് ഈ നിമിഷം ഞാൻ നിന്റെ കഥ കഴിക്കുന്നുണ്ട്. 8 ദിക്കും ഭേദിക്കുമാറ് ആക്രോശിച്ചുകൊണ്ട് ഗന്ധർവൻ ബ്രാഹ്മണന്റെ നേരെ ചാടി വീണു. പേടിച്ചു വിറച്ചുകൊണ്ട് ബ്രാഹ്മണൻ ഇപ്രകാരം പറഞ്ഞൊപ്പിച്ചു, അയ്യോ, കൊല്ലുന്നതിനു മുമ്പ് ഞാൻ പറയുന്നതൊന്ന് കേൾക്കണേ. ഞാൻ അങ്ങയെ ഒഴിപ്പിക്കാൻ വന്നതല്ല. നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധം ഓർത്ത് അങ്ങേക്ക് വരാൻ പോകുന്ന അത്യാപത്തിനെ പറ്റി ധരിപ്പിക്കാൻ മാത്രമാണ് വന്നത്. എനിക്ക് ആപത്തോ? എന്താണത്? ഗന്ധർവൻ വീണ്ടും ആക്രോശിച്ചു. നാളെ എന്റെ നാട്ടുകാരനായ പഴയ കുറുങ്കുഴൽ വാദ്യക്കാരൻ ഇവിടെ കച്ചേരി നടത്താൻ വരുന്നുണ്ട്. ആ വാർത്ത കേട്ടതും അയ്യോ എന്നൊരു നിലവിളിയോടെ അപ്പോൾ തന്നെ ഗന്ധർവൻ രാജകുമാരിയുടെ ശരീരം വിട്ടൊഴിഞ്ഞ് പ്രാണൻ രക്ഷിക്കാനുള്ള തത്രപ്പാടിൽ ബ്രാഹ്മണനോട് യാത്ര പോലും പറയാതെ എങ്ങോട്ടോ ഓടി രക്ഷപ്പെട്ടു. പിന്നീട് ആ ഗന്ധർവനെ മലയാള ദേശം കണ്ടിട്ടേയില്ല എന്നാണ് കഥ.